കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ ശ്രീരാമൻ്റെ ഈ ശ്രീരാമ തത്വം ഉപദേശിക്കൽ കഴിഞ്ഞു ഹനുമാന്. അപ്പോൾ ഹനുമാനോട് പറഞ്ഞു, ഞാൻ ആകുന്ന ശ്രീരാമൻ തന്നെ ശ്രീരാമ തത്വം അങ്ങയ്ക്ക് ഉപദേശിച്ചു. പരബ്രഹ്മസ്വരൂപിനെയാണ് ഞാൻ, അങ്ങനത്തെ ഞാൻ തന്നെ അങ്ങയ്ക്ക് ശ്രീരാമ തത്വം ഉപദേശിച്ചു തന്നു. അത് വളരെ അങ്ങയുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഇന്ദ്രപദവി പോലും ഈ ഒരു ആനന്ദത്തിന് തുല്യമല്ല. ശ്രീരാമതത്വം ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് അനുഭവമായാൽ ആ ആനന്ദത്തിനോളം വലുതല്ല ഈവൻ ഇന്ദ്രപദവി എന്ന് പറഞ്ഞു. ഈ നമ്മളെ 1-ാം സർഗം കഴിയാറായി, ബാലകാണ്ഡത്തിലത്തെ ആദ്യത്തെ സർഗം കഴിയാറായി. നമുക്ക് 53ലേക്ക് പോവാം. ഏതത്തേഭിഹിതം ദേവി ശ്രീരാമഹൃദയം മയാ അതിഗുഹ്യതമം ഹൃദ്യം പവിത്രം പാപശോധനം. ഇനിയിപ്പോൾ പരമശിവൻ ഇതാണ് സീത ആദ്യം പറഞ്ഞു, പിന്നെ ശ്രീരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ശിവൻ ശ്രീപാർവതിയോട് പറയാണ്, ദേവി ഹേ ദേവി ശ്രീരാമഹൃദയം, ഇത് ശ്രീരാമഹൃദയം എന്ന പേരായിട്ടുള്ള ഈ ഒരു തത്വം മയാ എന്നാൽ അഭിഹിതം നിന്നോട് ഞാൻ പറയപ്പെട്ടു. അതിഗുഹ്യതമം, ഇത് വളരെ രഹസ്യം. ഇവിടെ ഇപ്പം രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഷമമുള്ളതാണേ ശരിക്കും അർത്ഥമുള്ളൂ. ഇവിടെ രഹസ്യം അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്കും രഹസ്യമാണ്. അതായത് ഭഗവാനോട് ഭക്തി ഇല്ലാത്തവരോട് ഇത് പറയരുത് എന്നുള്ള നിലയ്ക്കും ഒരു രഹസ്യമാണ്. പിന്നെ അതിഗോപ്യം എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഹൃദയ ഗുഹയിൽ അത് ശരിക്കും നമുക്ക് ബോധ്യമാവണമെങ്കിൽ അത്ര വിഷമമുണ്ടത്. അതുകൊണ്ടുമുണ്ട് ഗുഹ്യം എന്ന് പറയാൻ കാരണം കേട്ടോ. ശരിക്കും ഗുഹ്യം വെച്ചാൽ രഹസ്യം എന്നാണ്. എന്തായാലും പിന്നെ ഗോപ്യവും മീൻസ് അതായത് ഗുഹ്യവും അതിഗുഹ്യതമം അതായത് വളരെ രഹസ്യവും ഹൃദയത്തെ അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്നതും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഹൃദയത്തിന് അങ്ങേയറ്റം ആനന്ദം. പവിത്രം വളരെ പരിശുദ്ധവും പാപശോധനം പാപത്തെ മുഴുവൻ ദൂരീകരിക്കുന്നതും ആണ്. ശിവൻ പറയാണ്, ഹേ ദേവി ശ്രീ പാർവതി, ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ രാമഹൃദയം, സീത ഹനുമാനോട് പറയണതായിട്ടും അത് കഴിഞ്ഞ് പിന്നെ ശ്രീരാമൻ തന്നെ പറയണതായിട്ടും അതാണ് ശ്രീരാമഹൃദയം. അത് ഞാൻ പറഞ്ഞു തന്നില്ലേ ഇപ്പോൾ. അത് വളരെ ഗുഹ്യാണ്. ആൻഡ് മാത്രമല്ല ആനന്ദപ്രദമാണ്, പരിശുദ്ധാണ് എന്ന് മാത്രമല്ല എല്ലാ പാപങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ ശക്തിയുള്ളതുമാണ് എന്ന് പറഞ്ഞു. ഏതത്തേഭിഹിതം ദേവി ശ്രീരാമഹൃദയം മയാ അതിഗുഹ്യതമം ഹൃദ്യം പവിത്രം പാപശോധനം. ഇനി 54. സാക്ഷാത് രാമേണ കഥിതം സർവവേദാന്തസംഗ്രഹം യപഠേൽ സതതം ഭക്ത്യാ സമുക്തോ നാത്ര സംശയം. എന്താ പറയണേ? രാമേണ സാക്ഷാൽ കഥിതം. രാമേണ സാക്ഷാൽ കഥിതം രാമൻ തന്നെ നേരിട്ട് പറഞ്ഞതും സർവവേദാന്ത സംഗ്രഹം എല്ലാ വേദാന്തങ്ങളുടെയും സത്തും സാരവും ഇതിനെ യാതൊരുത്തൻ ആർ സതതം എപ്പോഴും ഭക്തിയോടുകൂടി പഠിക്കുമോ സ മുക്ത അവന് മോക്ഷം ലഭിക്കും. അത്ര സംശയ, ഇതിൽ സംശയമില്ല. ഇത് ഫലശ്രുതിയാണ്. അപ്പം എന്താ പറയുക വെച്ചാൽ ഈ ശ്രീരാമഹൃദയം ഭക്തിയോടുകൂടി ഈ ശ്രീരാമഹൃദയം സർവവേദാന്ത സാരാണ്.
ഈ സർവവേദാന്തസാരമായിട്ടുള്ള ഈ ശ്രീരാമതത്വം ആരാണ് ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത്, ആരാണ് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിച്ചത് പഠിക്കണ ആരാണ് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ഭക്തിയോടുകൂടി അതിനെ പഠിക്കുന്നത്, ആ ആൾക്ക് മുക്തി കിട്ടും എന്നുള്ളത് നിസ്സംശയം പറയാം എന്ന് പറയാണ്. ശ്രീരാമഹൃദയത്തിൻ്റെ ആ ഒരു മഹത്വമാണെന്നതിൽ പറഞ്ഞത്. ശ്രീരാമഹൃദയം ശ്രീരാമൻ തന്നെ ഉപദേശിച്ചു കൊടുത്തില്ലേ, ആ ശ്രീരാമഹൃദയം അല്ലെങ്കിൽ ശ്രീരാമ തത്വം വളരെ പുണ്യം ഉള്ളതാണ്. അത് കേട്ടാൽ ഭക്തിയോടുകൂടി അത് ദിവസേന പഠിച്ചാൽ, അല്ലെങ്കിൽ നിരന്തരം എന്ന് പറയേണ്ട, സന്തതം എന്ന് പറഞ്ഞു അല്ലേ, എല്ലായ്പ്പോഴും പഠിക്കുന്ന ആൾക്ക് മുക്തി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് സർവവേദാന്തത്തിൻ്റെ മുഴുവൻ സാരാണ്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അനുഭവമായാൽ നമ്മൾ സച്ചിദാനന്ദത്തിൽ തന്നെ വർത്തിക്കും. അത്ര ആനന്ദം മുമ്പത്തെ ശ്ലോകത്തിലും പറഞ്ഞുവല്ലോ, അത്ര പാപ നിവാരിണിയാണ്. പാപത്തിനെ മുഴുവൻ ദൂരീകരിക്കുകയും ചെയ്യും. പിന്നെ മുക്തി തന്നെ ലഭിക്കും. സാക്ഷാൽ രാമേണ കഥിതം സർവവേദാന്ത സംഗ്രഹം യപ്പടയിൽ സതതം ഭക്ത്യാ സമുക്തോ നാത്ര സംശയ. ഇനി 54 അല്ല 54 ചെയ്ത് 55. ബ്രഹ്മഹത്യാദി പാപാനി ബഹുജന്മാർജിതാന്യപി നശ്യന്ദേവ ന സന്ദേഹോ രാമസ്യ വചനം യഥാ. ബഹുജന്മാർജിതാനി അപി, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കൂട്ടിവെച്ച ജന്മജന്മാന്തരങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള പാപങ്ങളാണെങ്കിൽ പോലും ബ്രഹ്മഹത്യാദി പാപാനി, അതായത് ബ്രാഹ്മണനെ കൊല്ലുക മുതലായ ഭയാനകമായിട്ടുള്ള പാപങ്ങൾ ചെയ്താൽ പോലും നശ്യന്തി, ആ പാപങ്ങളൊക്കെ നശിക്കണു ഈ ശ്രീരാമതത്വം പഠിച്ചാൽ. ഏവ രാമസ്യ വചനം യഥ, രാമൻ്റെ വചനം, ഈ പറഞ്ഞ രാമഹൃദയം ഉണ്ടല്ലോ, ശ്രീരാമൻ തന്നെ ഹനുമാന് കൊടുത്ത ആ വാക്കുകൾ പഠിച്ചാൽ നമുക്ക് ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്നും കൂടി മുക്തനാവാൻ സാധിക്കും. എന്ന സന്ദേഹം, സംശയമില്ല എന്ന്. അതും ഫലശ്രുതി. അതായത് ശ്രീരാമഹൃദയം, ശ്രീരാമൻ്റെ വാക്കുകൾ തന്നെയാണ് ഹനുമാൻ ശ്രീരാമൻ തന്നെ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്ത. ആ വാക്കുകൾ ഭക്തിപൂർവം ആരാണ് പഠിക്കണത്, എന്നാൽ അവർക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് അതിഭയാനകമായിട്ടുള്ള പാപങ്ങൾ ചെയ്തവർക്ക് പാപം പോലും സമൂലം നശിക്കും. അതായത് വേരോടെ നശിക്കും. അതായത് വലിയ വലിയ പാപങ്ങൾ, ബ്രാഹ്മണഹത്യ, അങ്ങനത്തെ പാപങ്ങൾ പോലും എത്ര ജന്മങ്ങൾ നമ്മൾ ചെയ്ത പാപങ്ങളുടെ സമൂഹങ്ങളുണ്ടോ അതിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ശ്രീരാമഹൃദയത്തിന്. ബ്രഹ്മഹത്യാദി പാപാനി ബഹുജന്മാർജിതാന്യപി നശ്യന്ദേവ ന സന്ദേഹോ രാമസ്യ വചനം യഥാ. ഇനി 56. യോതിഭ്രഷ്ടോതിപാപി പരധന പരദാരേഷു നിത്യോദ്യതോ വാ സ്തേയി ബ്രഹ്മഘ്ന മാതാപിതൃ വധനിരതോ യോഗി വൃന്ദാപകാരി യ സംപൂജ്യാഭിരാമം പഠതി ച ഹൃദയം രാമചന്ദ്രസ്യ ഭക്ത്യാ യോഗീന്ദ്രൈരപ്യലഭ്യം പദമിഹ ലഭതേ സർവദേവൈഃ സപൂജ്യം. ഇതും ഫലശ്രുതി തന്നെയാണ്. വളരെ എത്ര പാപം ചെയ്താലെന്ന് പറയുകയാണ്. എന്താ അറിയോ, യാതൊരുത്തൻ അതിഭ്രഷ്ട, വളരെ അതായത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനായാലും, അതിപാപി, അത്യന്തം പാപം ചെയ്ത ആളാണെങ്കിലും, പരധന പരദാരേഷു, അന്യന്മാരുടെ ധനവും പിന്നെ പത്നിമാരെയും, നിത്യോദ്യതവ, നിത്യവും ഉദ്യുക്തനും, സ്തേയ, അങ്ങനത്തെ, അതായത് അന്യന്മാരുടെ സ്വത്തും പിന്നെ പത്നികളെയും അപഹരിച്ചവരും, എപ്പോഴും എപ്പോഴും കളവ് ചെയ്യുന്നവനും, അതായത് അസത്യം
മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനും ബ്രഹ്മഘ്ന മാത്ര പിതൃവധ നിരത ബ്രാഹ്മണനെയും കൊന്നവനും ബ്രഹ്മഹത്യ ചെയ്തത് ആയവരും സ്വന്തം മാതാപിതാക്കളെ കൊന്നവരായാലും പിന്നെയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നവരായാലും യോഗി വൃന്ദാപകാരി അതായത് മഹർഷിമാരെയൊക്കെ ഉപദ്രവിക്കുന്നവരായാലും യാതൊരുവൻ അഭിരാമം ഈ രാമനെ സംപൂജ്യ പൂജിച്ചിട്ട് രാമചന്ദ്രസ്യ ഹൃദയം ഈ ശ്രീരാമഹൃദയം എന്ന ഈ മന്ത്രം പഠിച്ചാൽ സ അവൻ യോഗീന്ദ്രൈഹി അഭി യോഗീന്ദ്രന്മാരാലും അലഭ്യം വലിയ വലിയ യോഗീന്ദ്രന്മാർക്ക് പോലും ലഭിക്കാൻ വിഷമുള്ള സർവദേവൈഹി എല്ലാ ദേവന്മാരും പൂജിക്കപ്പെടുവാൻ യോഗ്യമായ പദം സ്ഥാനത്തെ ഇഹലഭതെ ഈ ജന്മത്തിൽ തന്നെ ലഭിക്കുന്നു. ഇഹലഭതെ എന്ന് പറഞ്ഞു, ഈ ജന്മത്തിൽ തന്നെ ലഭിക്കണമെന്ന്. എന്താ പറയണറിയോ? ഈ ശ്രീരാമഹൃദയത്തിൻ്റെ മഹത്വം എത്ര വെച്ചാൽ എന്തെങ്കിലും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനായാലും ഒരുപാട് പാപം ചെയ്തവനായാലും അന്യന്മാരുടെ ധനവും ഭാര്യമാരെയും അപഹരിച്ചവനാണെങ്കിലും എപ്പോഴും കളവ് പറയുന്നവനാണെങ്കിലും സ്വന്തം ബ്രഹ്മഹത്യ ചെയ്തവരാണെങ്കിലും സ്വന്തം അച്ഛനെ അമ്മയെ ഹനിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തവരാണെങ്കിലും വലിയ വലിയ മഹർഷിമാരെ ഉപദ്രവിച്ചവരാണെങ്കിലും ഒന്നും സാരമില്ല. ആ പാപമൊക്കെ ഈ ശ്രീരാമചന്ദ്രഹൃദയം ഭക്തിയോടെ പഠിക്കുന്ന ഒരാൾക്ക് ആ പാപത്തിൽ നിന്ന് മുഴുവൻ മുക്തനാവാൻ സാധിക്കുന്ന മാത്രമല്ല ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന പദത്തിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് അതെപ്പോൾ ഇഹലഭത ഈ ഇഹലോകത്ത് തന്നെ ഈ ലോകത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര പുണ്യ ഉള്ള ഒരു മന്ത്രമാണ് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതായത് എത്ര വലിയ പാപം ചെയ്താലും അതിനുള്ളൊരു പ്രതിവിധിയാണ് ശ്രീരാമഹൃദയം. അവർ അത്ര വലിയ പാപത്തിന് മുക്തരായിട്ട് എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ഒരു പദത്തിൽ അവരെത്തിച്ചേരും. അത് ഇഹ ലഭത്തെ ഈ ജന്മം തന്നെ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 56 വായിച്ച് നമുക്ക് ഈ 1-ാം സർഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. 1-ാം സർഗം ഒന്ന് നമുക്ക് എഴുത്തച്ഛനിൽ എന്താ പറഞ്ഞതെന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യോതി ഭ്രഷ്ടോതി പാപി പരധന പരദാരേഷു നിത്യോദ്യതോ വാ സ്തേയി ബ്രഹ്മഘ്ന മാതാ പിതൃവധ നിരതോ യോഗി വൃന്ദാപകാരി. യോഗി വൃന്ദത്തിനെ അപകാരം ചെയ്യാൻ ഉപദ്രവിക്കാം. യോഗി വൃന്ദാപകാരി സംപൂജ്യാഭിരാമം പഠതി ച ഹൃദയം രാമചന്ദ്രസ്യ ഭക്ര്യ. ഈ രാമഹൃദയം ഭക്തിയോടുകൂടി പഠിച്ചാൽ യോഗീന്ദ്രൈരപ്യലഭ്യം വലിയ യോഗീശ്വരന്മാർക്ക് പോലും ലഭിക്കാൻ കഴിയാത്ത പദം ആ സ്ഥാനത്ത് അവരെത്തിച്ചേരുന്നു. ഇഹലഭതേ ആ സ്ഥാനത്തിരിക്കുമ്പോൾ സർവദേവൈഹി സപൂജ്യം എല്ലാവരാലും പൂജിക്കപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ 1-ാം സർഗം കഴിഞ്ഞു. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡേ ശ്രീരാമഹൃദയം നാമ പ്രഥമ സർഗ. അതാണ് ഇപ്പോൾ ഈ സർഗത്തിൻ്റെ പേരിന് ശ്രീരാമനാമ എന്നാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ശ്രീപാർവതി ചോദിച്ചു, ശ്രീരാമൻ്റെ കഥ ചോദിച്ചു, ശിവൻ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ പട്ടാഭിഷേകം കഴിഞ്ഞ് വന്ന് ശ്രീരാമൻ്റെ ഭക്തി കണ്ടിട്ട് ശ്രീരാമൻ സീതയോട് പറഞ്ഞു ഇവൻ ജ്ഞാനത്തിന് അർഹനാണ്, ഇവന് ജ്ഞാനം ഉപദേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ശ്രീപാർവതി ഉപദേശിച്ചു അല്ലേ. ഒന്നും കൂടി ക്ലിയർ ആവണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശ്രീരാമൻ തന്നെ ശ്രീരാമഹൃദയം ഉപദേശിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ അതിലിപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ശരിക്കും ശ്രീരാമഹൃദയം വെച്ചാൽ ഏകവും അദ്വിതീയമായിട്ടുള്ള ആ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ആ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് വേറെ മറ്റൊന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് ശരീരമാകുന്ന ഉപാധികളുടെ പ്രതീതി കൊണ്ട് നമുക്ക്
ഈ ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ എന്നൊക്കെ തോന്നും. പക്ഷേ അത് വെറുതെ തോന്നലാണ്. മായയാവുന്ന കണ്ണാടിയിലത്തെ പ്രതിഫലനാണ് അല്ലേ? മായയിൽ 2 തരം കണ്ണാടി ഉണ്ട്. ഒന്ന് അവിദ്യാസ്വരൂപിണി, ഒന്ന് വിദ്യാസ്വരൂപിണി. അവിദ്യാസ്വരൂപിണിയിലത്തെ പ്രതിബിംബമാണ് ജീവാത്മാവ്, വിദ്യാസ്വരൂപിണിയിലത്തെ പ്രതിബിംബമാണ് ഏത്? ഈശ്വരൻ. അപ്പം മായക്കണ്ണാടി ഇല്ലാച്ചാൽ ഈശ്വരനും ഇല്ല, ജീവാത്മാവും ഇല്ല, പിന്നെ ആകെ ഉള്ളത് ആ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം അല്ലേ? അതാണ് നമ്മൾ ഈ 1-ാം സർഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ലേ? ഇനി അപ്പോൾ ഇനി അത് പറഞ്ഞ് അത് തന്നെയാണ് പറഞ്ഞത്. സർവ്വവേദാന്തം തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയണ്ട, ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പുണ്ടനാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറു മാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റം എങ്കിലും അവൻ ഭക്ത്യ. ഈ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞ അതന്നെയാണ് ശരിക്കും ട്രാൻസ്ലേഷൻ അല്ലേ? രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. അതന്നെ പറഞ്ഞിട്ടാണ് വ്യാസഭഗവാനും അധ്യാത്മരാമായണത്തെ 1-ാം സർഗം അവസാനിപ്പിച്ചത്. അതന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും അങ്ങനെ തന്നെ അവസാനിപ്പിച്ചു. ഇനി സർഗം 2 ആദ്യം പിന്നെ എനിക്ക് ഈ ശ്രീരാമൻ്റെ കഥ മുഴുവനെ കേൾക്കണം എന്ന് പറയും. അതായത് ഇപ്പോൾ ഇങ്ങനെ ശ്രീരാമഹൃദയം കേട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് മുഴുവനെ കേൾക്കണം എന്ന് പറയാണ് ആര്? ശ്രീ പാർവതി. അപ്പോൾ വിസ്തരിച്ച് ഇനി കഥ പറയാൻ തുടങ്ങും. അപ്പോൾ പല 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 സ്തുതികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സ്തുതിയൊക്കെ നമുക്ക് ചെല്ലാൻ കാരണം അത്രയ്ക്കൊരു ഭംഗിയും ഭക്തിയും ഉള്ളതാണേ. അപ്പം നമുക്ക് അത്ര ഇതിലിപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ്റെ പറഞ്ഞിരിക്കണല്ലേ? ഈ ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞു കൊണ്ടാലും നീ. പരബ്രഹ്മാണെന്ന് പറയുന്നുണ്ടോ? സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. അങ്ങനെ പറഞ്ഞു. അതാണ് അത്ര എല്ലാ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ നമുക്ക് ഈ മായക്കണ്ണാടിയിലത്തെ പ്രതിഫലനങ്ങളാണ്. അപ്പം മായ ഇല്ലാച്ചാൽ അതൊന്നുമില്ല അല്ലേ? പക്ഷെ മായ ഉണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ യഥാർത്ഥമെന്ന് തോന്നും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് നാളെ 2-ാം സ്വർഗം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. 2-ാം സർഗം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.